ബോർഡിംഗ് പാസും സ്കാൻ ചെയ്ത് നേരെ കയറിപ്പോകുന്നത് നമ്മുടെ സ്വന്തം സിഡ്നിയിലേക്കാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു എക്സൈറ്റിംഗ് റോഡ് ട്രിപ്പ് അല്ലാതെ എയർപ്ലെയിൻ കയറി പോകുന്നത് ഇതൊരു ഒഫീഷ്യൽ ട്രിപ്പ് ആയതുകൊണ്ടാണ്. നല്ല ബോർ ട്രിപ്പ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച സമയത്താണ് ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് ഈ ഒരു സമയത്താണ് വിവിഡ് സിഡ്നി നടക്കുന്നതെന്ന്. സിഡ്നിയുടെ ക്രിയേറ്റീവ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിയെ ബൂസ്റ്റ് ചെയ്യാനും ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനും ഒക്കെയായി 23 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന, വർഷത്തിൽ ഒരിക്കൽ മാത്രമായി കഴിഞ്ഞ 15 വർഷങ്ങളായി നടത്തി വരുന്ന ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ് ഈ വിവിഡ് സിഡ്നി. പിന്നെ ഒന്നും നോക്കിയില്ല, ക്യാമറയും മൈക്കും എല്ലാം പാക്ക് ചെയ്ത് നേരെ പോയി വിവിഡ് കണ്ടിട്ടേ ഉള്ളൂ ഇനി ബാക്കി എല്ലാം എന്ന് തീരുമാനിച്ച്. ക്യാമറ സെറ്റപ്പ് എല്ലാം കണ്ട് ഇനിയിപ്പോ ഒഫീഷ്യൽ കോൺഫറൻസും കൂടെ ഷൂട്ട് ചെയ്യാത്തതിന്റെ കുറവേ ഉള്ളോ നിനക്ക് എന്ന് ചോദിച്ച കൊളീഗിന്റെ അടുത്ത് ഇത് വിവിഡ് ഫെസ്റ്റ് ഷൂട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞതോടുകൂടെ അത് കേട്ടപാടെ എക്സൈറ്റഡ് ആയി. എന്നാ പിന്നെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ കൊളീഗിനെ വിളിച്ചോണ്ട് നേരെ കാഴ്ചകൾ കാണാൻ ഡാർലിംഗ് ഹാർബറിലേക്ക് പോയാൽ ഞങ്ങൾ ശരിക്കും ഞെട്ടി കേട്ടോ. ഇത്രയും ബ്രൈറ്റ് ലൈറ്റും ഹൈ ഇന്റൻസിറ്റി 3D പ്രൊജക്ഷൻസും ലൈവ് മ്യൂസിക്കും ഒക്കെ ഉള്ള ഇത്രയും വലിയൊരു കാഴ്ച ഞാൻ ആദ്യമായിരുന്നു കാണുന്നത്. സത്യം പറഞ്ഞ ഏതോ ഒരു പുതിയ ലോകത്തേക്ക് കയറി ചെന്ന ഒരു ഫീലായിരുന്നു. എങ്ങോട്ട് നോക്കണം, എവിടോട്ട് നടക്കണം എന്നൊന്നും മനസ്സിലാകാതെ കുറെ നേരം നിന്നിടത്ത് തന്നെ നിന്ന് ചുറ്റിനുള്ള കാഴ്ചകൾ അങ്ങ് കണ്ടോണ്ടേ നിന്ന്. നല്ല തണുത്ത കാറ്റും കൂടെ അടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ശരിക്കും അങ്ങ് ലോസ്റ്റ് ആയിപ്പോയി. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു എക്സ്പീരിയൻസും ഇത്രയും മനോഹരമായ ഒരു കാഴ്ചയും കണ്ടതായി എന്റെ ഓർമ്മയിൽ പോലും വരുന്നില്ലായിരുന്നു. ചെറിയൊരു കുട്ടി വലിയൊരു എക്സിബിഷനിലേക്ക് കയറി ചെന്ന പോലത്തെ ഒരു സന്തോഷവുമായി ഞാൻ പയ്യെ മുന്നിലേക്ക് അങ്ങ് നടന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽസിൽ ഒന്നാണ് ഈ വിവിഡ്. കാഴ്ചയിൽ അതിശയിപ്പിക്കുന്ന 3D ലൈറ്റ് പ്രൊജക്ഷൻസും ക്രോസ് ആർട്ട് ഫോം ഇൻസ്റ്റാളേഷൻസും തത്സമയ ലൈവ് മ്യൂസിക്കും ഒക്കെയായി മനോഹരമായ ഒരു ഇവന്റ് ആയിരുന്നു ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ വിവിഡ് കാണാൻ സിഡ്നിയിലേക്ക് വന്നത് ഏകദേശം 25 ലക്ഷത്തോളം ജനങ്ങളായിരുന്നു. $150 മില്യൺ വരുമാനമായിരുന്നു ഈ ഫെസ്റ്റിൽ നിന്ന് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഉണ്ടാക്കിയത്. പലവട്ടം ഞാൻ ഡാർലിംഗ് ഹാർബറിലെ കാഴ്ചകൾ കാണാൻ വന്നിട്ടുണ്ടെങ്കിലും അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് മടങ്ങ് ഞാൻ ഇന്നത്തെ കാഴ്ചകൾ ആസ്വദിച്ചു. ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലെ ബിൽ ബോർഡ്സും ദുബായിലെ ഷെയ്ഖ് സയദ് റോഡിലെ വലിയ ബിൽഡിങ്സും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവയൊന്നും തരാത്ത എന്തോ ഒരു മാജിക് ഫീൽ ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. നമ്മുടെ ചുറ്റിനും ഒരു മിറക്കിൾ നടക്കുന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു. ഓസ്ട്രേലിയയിൽ ഈ വിന്റർ സീസൺ ഒക്കെ ആകുമ്പോൾ വൈകിട്ട് ഒരു 5:45-6 മണിയൊക്കെ ആകുമ്പോഴേ നല്ല ഡാർക്ക് ആവുമേ. അതുകൊണ്ട് തന്നെയാണ് ഈ വിവിഡ് ഫെസ്റ്റ് മെയിൻ ആയിട്ട് ഈ സമയത്ത് തന്നെ നടത്താനുള്ള കാര്യവും. സമ്മറിൽ ഏകദേശം രാത്രി 8:30-9 മണി വരെയൊക്കെ സൺലൈറ്റ് ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. വീക്ക് ഡേയ്സിൽ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എല്ലാവരും ഏകദേശം ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഒരു 8-8:30 ആകുമ്പോഴത്തേക്കിന് നേരെ കയറി അങ്ങ് കിടക്കും. എന്നിട്ട് രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യും. കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇതൊന്നും ഫോളോ ചെയ്യാറില്ല കേട്ടോ. നമ്മൾ എന്നും നൈറ്റ് ഓൾസ് തന്നെ. ചെറിയ വിശപ്പൊക്കെ ആയി തുടങ്ങിയോണ്ട് ഡിന്നർ കഴിക്കാമെന്ന് വെച്ചെങ്കിലും ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റ്സും ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു കേട്ടോ. വെയിറ്റിംഗ് ടൈം ഏകദേശം 1 hour ഒക്കെ ആയിരുന്നു പറയുന്നത്. വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ട് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കൊളീഗ് ഒരു ടേബിൾ കണ്ടുപിടിച്ച് കിട്ടിയ ടേബിളിലേക്ക് ബാഗും വെച്ച് നേരെ പോയി ഒരു ബിയറും മേടിച്ച് കൊളീഗായി വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ചൂട് പിസ്സ അങ്ങെത്തി. പിന്നെ അതും കഴിച്ച് കുറച്ചു നേരം ചില്ല് ചെയ്തിട്ട് പുള്ളിക്കാരോട് ബായും പറഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കൂടെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ എല്ലാ ടേബിളുകളും ഫുള്ളാണ്. ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുക. ഏകദേശം ഇവിടെ ഒരു 8 മണി ആറായി. നമ്മൾ വിചാരിച്ച ആൾക്കാരൊക്കെ കുറയുമായിരിക്കും, പക്ഷെ ആൾക്കാർ കൂടുന്നതല്ലാതെ ഇവിടെ കുറയുന്നൊന്നും കാണുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് മതിയായില്ലായിരുന്നു കേട്ടോ. നാളെ രാവിലെ കോൺഫറൻസ് ഇല്ലായിരുന്നേല് ഇവിടെ തന്നെ ഞാൻ കിടന്നാലോ എന്ന് പോലും ചിന്തിച്ചു. മൊത്തത്തിലൊരു പോസിറ്റീവ് ഹാപ്പി വൈബ്. പിന്നെ ചുറ്റിനും ആൾക്കാരും നല്ല കാറ്റും നല്ല മ്യൂസിക്കും ഒക്കെ ആയപ്പോഴത്തേക്കിന് സംഭവം കളറായി. പിന്നെ ഇത്രയും ലൈറ്റിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും എന്നാൽ പിന്നെ ഓപ്പറ ഹൗസിൻ്റെ മേളോട്ടൊന്ന് കയറി ചെന്നിട്ട് കുറച്ച് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാമെന്ന് വെച്ചു.
കയറി ചെല്ലുമ്പോഴേ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒപ്ര ഹൗസിൻ്റെ അകത്ത് കയറിയെങ്കിലും അധികം വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് കൂടുതൽ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ഓസ്ട്രേലിയ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്നു ഇവിടുത്തെ ആൾക്കാരുടെ ചിയർഫുൾ ആൻഡ് ഫ്രണ്ട്ലി നേച്ചർ. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളുടെ ബ്യൂട്ടി അത് ഞാൻ എടുത്തു പറയണ്ടല്ലോ അല്ലെ. അമേസിംഗ് സെനിക്ക് കാഴ്ചകളുള്ള ഒരു രാജ്യം. കാഴ്ചകളെല്ലാം കണ്ട് കൊതിയിരുന്നതിന് മുന്നേ തന്നെ വിവിഡനോട് വിട പറയേണ്ട വന്നെങ്കിലും ഉബർ എടുത്ത് ഹോട്ടലിലേക്ക് കയറി ചെന്നപ്പം ആ വിഷമം ഇത്തിരി കുറഞ്ഞു തുടങ്ങിയായിരുന്നേ. അതിന്റെ കാരണം ഈ വില്യം ഇംഗ്ലീഷ് ഹോട്ടലായിരുന്നു. യെസ്, വോർവിക് ഫാം എന്ന് പറയുന്ന സ്ഥലത്തെ ഈ വില്യം ഇംഗ്ലീഷ് ഹോട്ടൽ ഹോഴ്സ് റേസ് ട്രാക്കും ഹോഴ്സ് ടേബിളും 15 വർഷങ്ങളായി റേസിംഗ് ഹോഴ്സസിന്റെ ഓപ്ഷനും ഒക്കെ നടക്കുന്ന ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും ട്രഡീഷണൽ ഹോഴ്സ് റേസിംഗ് ചരിത്രമുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ. 5 സ്റ്റാർ ഹോട്ടൽ ഒക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെയുള്ള വിശാലമായ റൂംസും ലഗേജ് കൊണ്ടുവരാനുള്ള ഹെൽപ്പും ഒന്നും ഓസ്ട്രേലിയ കിട്ടില്ല കേട്ടോ. അതിന്റെ കാരണം ഇവിടുത്തെ മാൻ പവർ ഷോർട്ടേജും പിന്നെ മിനിമം അവർലി വേജസും ഒക്കെയാണ്. സംഭവം എന്നാന്ന് വെച്ചാല് ഈ വില്യം ഹോട്ടല് ഒരു ഹോഴ്സ് റേസ് ഒക്കെ നടക്കുന്ന ഒരു ബാണും കൂടെ ചേർത്തിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മുടെ കിയയിലും ഒക്കെ ഈ കുതിരയുടെ ഫോട്ടോ ഒക്കെയാണ് കംപ്ലീറ്റ്. അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഈ ഹോഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഇരിക്കുന്നത് കാണാം. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ അവിടെ ഒരു കുതിരയുടെ ഒരു വലിയൊരു പ്രതിമയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ഹോട്ടൽ അങ്ങനെ ഒരു ഹോഴ്സ് റേസിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു പോപ്പുലർ ഒരു സ്ഥലമായത്. എന്തായാലും ഇനിയിപ്പം ഏകദേശം രാത്രി 10 മണി കഴിഞ്ഞു. അപ്പം ബാക്കി വിശേഷങ്ങളെല്ലാം ഇനി ഫ്രഷപ്പായിട്ട് ഒരു നീണ്ട ഒരു ഉറക്കത്തിന് ശേഷം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നത് ആയിരിക്കും കേട്ടോ. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ ആദ്യം നോക്കിയത് വിൻഡോയുടെ പുറത്തേക്കുള്ള റേസിംഗ് ട്രാക്കിലേക്കായിരുന്നു. വിട്ടില്ലേ നേരെ ഒറ്റ ഓട്ടം പുറത്തേക്ക്. ഇറങ്ങിയപ്പോ കണ്ട കാഴ്ച ദേ നമ്മൾ ഇന്നലെ രാത്രി കണ്ട കുതിരയുടെ സ്റ്റണ്ണിങ് സ്റ്റാച്ചു ആയിരുന്നേ. ഒരു മിനിറ്റ് സ്റ്റാച്ചുവിന്റെ ഭംഗി കണ്ട് ഡിസ്ട്രാക്ട് ആയെങ്കിലും റേസ് ട്രാക്കിലെ കാഴ്ചകൾ മിസ്സാക്കിയില്ലായിരുന്നേ. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. രാവിലെ തന്നെ റൈഡേഴ്സ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. കുറച്ചു നേരം ആ സ്ഥലമൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നേരെ പോയി ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അടിച്ചിട്ട് നമ്മുടെ ഫുൾ ഡേ കോൺഫറൻസ് അങ്ങ് അറ്റൻഡ് ചെയ്ത്. കോൺഫറൻസ് നടന്നത് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഹോഴ്സസിന്റെ കച്ചവടം നടക്കുന്ന ഒരു ട്രഡീഷണൽ ബാണിലായിരുന്നേ. ഓസ്ട്രേലിയയുടെ വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. നമുക്ക് ശരിക്കും ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടം. സത്യം പറഞ്ഞ ഒരു കോൺഫറൻസ് അല്ല, ഒരു ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു നമുക്ക് ഫീൽ ചെയ്തത്. ഫുൾ ഡേ കോൺഫറൻസ് അങ്ങ് തീർത്ത് വൈകിട്ടായപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഡിന്നർ ടൈം ആയതുകൊണ്ട് നേരെ പോയി നമ്മുടെ കൊളീഗ്സുമായി ഓരോ ചേഴ്സ് മുട്ടിച്ച് നല്ല പൊളി ഫുഡും കഴിച്ച് ആ ദിവസത്തിനൊരു നൈസ് എൻഡിങ് അങ്ങ് കൊടുത്തേക്കാന്ന് വെച്ച്. പിറ്റേന്ന് രാവിലെ എണീറ്റ് ഇന്നലത്തെ പോലെ തന്നെ നേരെ റേസിംഗ് ട്രാക്കിലേക്ക് പോയി മതിതീരാ കുറച്ച് കാഴ്ചകൾ കണ്ടങ്ങ് നിന്ന്. ട്രാക്കിലെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ചുമ്മാ ഒരു വാക്കും അങ്ങ് നടത്തിയിട്ട് നേരെ ഹോട്ടലിലേക്ക് കയറി ചെന്ന് ചെക്ക്ഔട്ടും ചെയ്ത് നമ്മുടെ കൊളീഗ്സായി തിരിച്ച് മെൽബണിലേക്ക് ഫുള്ളി ചാർജ്ഡ് ആയിട്ട് അങ്ങ് ഫ്ലൈ ബാക്ക് ചെയ്ത്. ബാക്കി വിശേഷങ്ങളായി ഇനി നമ്മുടെ അടുത്ത വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ശുഭദിനം.